നമസ്കാരം രുചികെട്ട ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചിക്കൻ ബോക്സ് കാലത്തെ ഒരു ഭക്ഷണ രീതിയാണ്, ഒരു ദിവസത്തെ ഭക്ഷണ രീതികളാണ്. അപ്പോൾ നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം കണ്ടു കഴിഞ്ഞിട്ട് അയ്യോ ചിക്കൻ ബോക്സ് വന്ന് ഇങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് ചിലർക്കൊക്കെ തോന്നും. അപ്പോൾ ഞങ്ങൾക്ക് വളരെ ലൈറ്റായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഒരു തണുപ്പ് സമയത്തായതുകൊണ്ട് തന്നെ ലൈറ്റായിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ ഡോക്ടർ എല്ലാ ഭക്ഷണവും കഴിക്കണം, അധികം എരിവും അതുപോലെ തന്നെ കുറേ ഓയിലി ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കി, എണ്ണയിലില്ലാത്ത. പിന്നെ അതുപോലെ തന്നെ അതിനൊരു ചട്നി ഉണ്ടാക്കിയാണ്, മുളക് പൊടിയിട്ട് ചെറിയ ഉള്ളിയിട്ട്. അപ്പോൾ അതൊക്കെ വറുത്തിട്ട് അതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇളനീരൊക്കെയാണ്, ക്ഷീണം മാറണമെന്നുണ്ടെങ്കിൽ ഇളനീര് കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അത്രയും ഒരു വലിയ തോതിൽ വരാത്തതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നില്ല. ചിലർക്കൊക്കെ കിടക്കാനൊക്കെ ആയിരിക്കും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ പാല് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പാലും വെള്ളം എന്ന് പറയുമല്ലോ, അപ്പം അതുപോലെ ആക്കിയിട്ട് ആ ചൂട് പാലാണ് കുടിച്ചത്. അപ്പം പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് ഇളനീര് വാങ്ങിച്ച് 2 നേരം കുടിക്കാൻ വേണ്ടി നോക്കും. ഇളനീര്, പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി. അപ്പം നമ്മൾ പഴവും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും. അപ്പോൾ ഇന്നിപ്പോൾ ഡേറ്റ്സ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡേറ്റ്സും കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ചോറിന് ഇതുപോലെ തന്നെ ചോറ് കഴിക്കാം. ആദ്യമൊക്കെ ചോറ് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമെന്ന് തോന്നുന്നു. അപ്പം അതുപോലെ ഉപ്പിടാത്ത കറി വേണമെന്നില്ല. അപ്പം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കറി തന്നെ അധികം എരിവ് ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 2 തരത്തിലുള്ള തോരനും ഉണ്ടാക്കി. ബീൻസിൻ്റെ തോരനും മത്തൻ്റെ കറിയായിരുന്നു. ബീൻസിൻ്റെ തോരനും അതുപോലെ തന്നെ കയ്പ്പയുടെ തോരനും ഉണ്ടാക്കി. പിന്നെ തൈര് കുടിക്കുന്നത് നല്ല ഇതാണ്. ഇപ്പോൾ അഥവാ തൊണ്ടയ്ക്കൊക്കെ ഉണ്ടെങ്കിലും നല്ലതാണെന്നാണ് പറയുക. അപ്പോൾ തൈരും കുടിച്ചു. പിന്നെ നല്ലൊരു ചൂടുവെള്ളവും കൂടെ ആയിരുന്നു ലഞ്ചിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് വൈകുന്നേരം ആയ സമയത്ത് ഒരു പഴം പുഴുങ്ങിയിട്ട് വേണമെങ്കിൽ പുഴുങ്ങിയിട്ട് എടുക്കാം. പിന്നെ അവൽ നനച്ചിട്ടുണ്ടായിരുന്നു, തേങ്ങയും അതുപോലെ തന്നെ കുറച്ച് ശർക്കര ഇട്ടിട്ട് നനച്ചു. പിന്നെ അതുപോലെ തന്നെ രാവിലെ നമ്മൾ കുടിച്ചതുപോലെ ഒരു വെള്ളം കുറച്ച് വെള്ളം തിളപ്പിച്ച് പാലും കൂടെ ഇട്ട് തിളപ്പിച്ച് അങ്ങനെ അതായിരുന്നു ചായയുടെ ആ ഒരു സമയത്ത്, ഈവനിങ് സമയത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രൂട്ട്സ്. അപ്പോൾ നമ്മൾ ആപ്പിളും അതുപോലെ എന്ത് ഫ്രൂട്ട്സ് ആയാലും കുഴപ്പമില്ല, നമ്മൾ ആപ്പിള് പിന്നെ അതുപോലെ പൊമഗ്രാനേറ്റ് ഒക്കെ നല്ലതാണ്. അങ്ങനെ ഫ്രൂട്ട്സും ചൂടുവെള്ളവും കൂടെ ഡിന്നറിന് മുന്നേ ആയിട്ട് കഴിച്ചു. പിന്നെ ഡിന്നറായിട്ട് നമ്മൾ രാവിലത്തെ ആ മാവുള്ളത് കൊണ്ട് തന്നെ ദോശ ഉണ്ടാക്കി. അപ്പോൾ ദോശയും ചമ്മന്തിയും അതുപോലെ തന്നെ കുക്കുംബർ ഉണ്ടായിരുന്നു, പിന്നെ സവർജലി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയാണ് കഴിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെ ബൈ.